പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി അൽത്താരയിൽ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ കാണാം. ഇത് ആരാധനയുടെ നിമിഷമാണ്. തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. ദൈവം നമ്മെ തൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിക്കുന്ന നിമിഷമാണ്. ആ സ്നേഹത്തിൽ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടുന്ന നിമിഷമാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലൊക്കെ നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ വിഷയമായി ബന്ധപ്പെട്ട് മനസ്സ് ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന മക്കൾ പ്രത്യേകം നിങ്ങളുടെ ആ വിഷയങ്ങളെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും നമ്മൾ ചേർത്ത് നിർത്തുന്ന സമയമാണ്. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർ, നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ളവർ, നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ള മക്കൾ സകലരെയും നമ്മൾ ചേർത്ത് നിർത്തി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ദൈവസന്നിധിയിൽ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ആയിരുന്നു പ്രാർത്ഥിക്കാം. സങ്കീർത്തകനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. 51 സങ്കീർത്തനം. ദാവീദ് രാജാവ് തൻ്റെ വീഴ്ചകളിൽ നിന്നും തമ്പുരാൻ്റെ വലിയ കരുണ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ പാപത്തിൻ്റെ അവസ്ഥകളിലായിരുന്ന ദാവീദ് കർത്താവിൻ്റെ സ്നേഹത്തിലേക്കുള്ള ഒരു തിരിച്ചു നടപ്പിൻ്റെ വേളകളിൽ ഹൃദയത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിലായി പറയുന്ന ഒരു സങ്കീർത്തനമുണ്ട്. അതാണ് 51 സങ്കീർത്തനം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസരിച്ച് എൻ്റെ അതിക്രമങ്ങൾ അങ്ങ് മായിച്ചു കളയണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. പ്രാർത്ഥിക്കാം. സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ. ഞങ്ങളോട് നീ ദയ കാണിക്കണമേ. കർത്താവേ, ഞങ്ങൾ പാപത്തിൽ വീണുപോയവരാണ്, ഇടറിപ്പോയവരാണ്, തെറ്റുപറ്റിയിട്ടുണ്ട്. ദൈവസ്നേഹത്തിന് എതിരായി ആലോചിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നതാണല്ലോ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജവും ബലവും. ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവമേ, എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ ദിനത്തിൽ അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. ദാവീദ് പറയാണ്, എൻ്റെ പാപം എൻ്റെ കൺമുമ്പിലുണ്ട്. ആ അവസ്ഥയിൽ നിന്നാണ് കർത്താവിൻ്റെ കരുണയിലേക്ക് ഉറ്റുനോക്കുന്ന, ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കാൻ ദാവീദ് പഠിച്ചത്. തീർച്ചയായിട്ടും എൻ്റെയും നിങ്ങളുടെയൊക്കെ പാപം കൺമുമ്പിൽ വരുമ്പോൾ അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും, വല്ലാതെ ഭാരപ്പെടുത്തും. ഈ അവസ്ഥയിൽ നിന്നും ദാവീദ് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കാൻ ദാവീദ് പഠിച്ചു. അവിടെയാണ് നമുക്ക് പ്രതീക്ഷയുണ്ടാകുന്നത്, അവിടെയാണ് നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്, അവിടെയാണ് മനസ്സിന് സൗഖ്യവും സമാധാനവും അനുഭവിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് സങ്കീർത്തനം 16:8 നാം വായിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങെപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടെ നിന്നെൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും ചെയ്യുന്നുവെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. ഒറ്റ കാരണമുള്ളൂ, കർത്താവ് എൻ്റെ കൺമുമ്പിലുണ്ട്. ഈ ആരാധന നിമിഷങ്ങളിൽ
നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ അടയ്ക്കുമ്പോൾ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും അത്ര കണ്ട് സുന്ദരമായ കാര്യങ്ങളാകണമെന്നില്ല. പാപം പോലെ കഠിനമായിരിക്കാം, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാകാം, ഹൃദയത്തെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാകാം, ഒരുപക്ഷെ നമ്മുടെ ഉറക്കത്തെ പോലും കവർന്നെടുക്കുന്നതാകാം ഓരോ ദിവസവും നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് സങ്കീർത്തകൻ ഉയർന്നതുപോലെ, ദൈവമേ നിന്റെ കാരുണ്യത്തിലേക്ക് ഞാൻ ഉറ്റുനോക്കുന്നു. ആ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയിലേക്ക് ജീവിതം സമർപ്പിക്കാൻ പറ്റിയാൽ, കർത്താവിൻ്റെ കാരുണ്യത്തിനൊത്ത് ദൈവമേ നീ എന്നോട് കരുണ കാണിക്കണമേ എന്ന് സങ്കീർത്തകനോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന സകല പ്രതിസന്ധികളുടെ മീതെ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന അനുഭവം ഉണ്ടാകും. പാപത്തിൻ്റെ ഏത് പടുകുഴിയിലാകട്ടെ, കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ജീവിതം സമർപ്പിക്കുന്ന ഒരു ദൈവ പൈതലിന് തൻ്റെ ജീവിതം പുനരാരംഭിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകും. എത്ര കണ്ട് തകർന്നുപോയ ജീവിതമാകട്ടെ, എത്ര കണ്ട് പ്രതീക്ഷ അറ്റുപോയ ജീവിതമാകട്ടെ, ദൈവമേ നിന്റെ കാരുണ്യത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ജീവിതത്തിൻ്റെ മേൽ വരുന്ന പ്രത്യാശയുടെ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം, അത് ബലവും കരുത്തും നൽകുന്ന അനുഭവമായിട്ട് മാറും. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തുമാകട്ടെ, നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, പ്രതിസന്ധികൾ എന്തുമാകട്ടെ, അവസ്ഥയിലേക്ക് തന്നെ നോക്കിയിരിക്കാതെ അത് അധികമായ സങ്കടങ്ങളും മനോവ്യഥകളും നിങ്ങളിൽ അനുവദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഒരുപക്ഷെ മക്കളുടെ ചില പ്രശ്നങ്ങളാകാം, ജീവിത പങ്കാളിയുടെ ചില പ്രശ്നങ്ങളാകാം, കുടുംബത്തെ തന്നെ അലട്ടുന്ന ചില പ്രശ്നങ്ങളാകാം, ഈ പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരുന്ന് ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്നറിയുന്നിടത്ത്, കർത്താവേ നിന്റെ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കാൻ ഈ നിമിഷങ്ങളിൽ നീ ഞങ്ങളെ ക്ഷണിച്ചല്ലോ. ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടും ഇരുന്ന് അനേകായിരങ്ങളെ ഈ ആരാധനയോട് ചേർത്ത് പ്രത്യാശയുടെ കണ്ണ് തുറക്കാൻ, വിശ്വാസത്തിൻ്റെ നയനങ്ങൾ തുറക്കാൻ, അങ്ങനെ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കാൻ, ഏതവസ്ഥയിലും എന്നെ സ്നേഹിക്കുന്ന, ഏത് ജീവിതത്തിൻ്റെ അവസ്ഥകളിലും എന്നെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ കരുണയിലേക്ക് നോക്കാൻ സഹായിക്കുന്നതിനോർത്ത് നന്ദി പറയാം. ഇരുകരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. തമ്പുരാനെ എന്നോട് കരുണ കാണിക്കണമേ. ഈശോയെ എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ. ദൈവമേ എൻ്റെ തകർന്നു കിടക്കുന്ന ദാമ്പത്യത്തോട് നീ കരുണ കാണിക്കണമേ. ഈശോയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളോട് കരുണ കാണിക്കണമേ. ഈശോയെ നിരന്തരം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികള്, തടസ്സങ്ങള്, അസ്വസ്ഥതകള്, സാമ്പത്തിക തകർച്ചകള്, കടബാധ്യതകള് കരുണ കാണിക്കണമേ. ദൈവമേ എൻ്റെ രോഗാവസ്ഥകളിലേക്ക് നീ ഇപ്പോൾ നിന്റെ കാരുണ്യം വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നിന്റെ വറ്റാത്ത കരുണ ഈ മക്കളുടെ മേൽ വർഷിക്കണമേ. നിന്റെ കരുണയ്ക്ക് വേണ്ടി, നിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഞങ്ങള്. കർത്താവേ കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ മനസ്സ് തളർന്നു കഴിയുന്ന മക്കള്, ദുഃഖഭാരത്തിൽ വീണുപോയ മക്കള്, അമിതമായ ആകുലതകൾക്കും നിരാശകൾക്കും അടിമപ്പെട്ടു പോയ മക്കള്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവര്, ദൈവമേ കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. അലിവു തോന്നണേ, കരങ്ങൾ കൂപ്പി. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയെ കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പൂർവ
ദുരിതവും നാൾക്കുനാൾ വളരും. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമാ. പാപമെന്നെ പാതാളം വഴിയിലെത്തിച്ചു. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ഈ നിമിഷം ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഇയാൾ താരയിൽ ചേർത്ത് നിർത്തുമ്പോൾ, കർത്താവേ, നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ മക്കളെ നീ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാളെ പോലും വെറും കൈയോടെ നീ പറഞ്ഞയക്കരുത്. ഇവിടെ വേദനകളെ, സങ്കടങ്ങളെ ഒക്കെ നീ ഏറ്റെടുക്കണമേ കർത്താവേ. ഉള്ളുകൊണ്ട് ആരെയെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു. ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും